അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മേടിച്ചിരിക്കുന്നത് G-Wagon. നമ്മൾ കുറേ ദിവസമായി ഇങ്ങനത്തെ ടോയ് കാറിൻ്റെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് G-Wagon. ഇതാണ് ഒരു വൈറ്റ് G-Wagon. ABS മെറ്റീരിയലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ മെറ്റൽ ഒരു ഇതും വരുന്നില്ല, ഒരു തരത്തിലുള്ള മെറ്റലും ഇല്ല. ഡിസൈനിങ് ആണെങ്കിലും എല്ലാം പ്ലാസ്റ്റിക്കാണ്, ഫുള്ള് ABS പ്ലാസ്റ്റിക്കാണ്. ഇതിൽ രണ്ട് കളറുണ്ട്, ഒന്ന് ബ്ലാക്ക് ഉണ്ട്, ഒന്ന് വൈറ്റും ഉണ്ട്. അങ്ങനെ രണ്ട് കളറിൻ്റെ ഏകദേശം ഡീറ്റെയിലിംഗ് എല്ലാം സെയിം തന്നെയാണ്. ബാക്കിൽ വരുന്ന ഒരു സ്റ്റെപ്പിനി ടയറിൽ അത് ഒന്നിൽ വരുന്നത് സിൽവറും മറ്റൊന്നിൽ വരുന്നത് ഗോൾഡ് എന്നല്ലാതെ വേറെ ഒരു ഡീറ്റെയിലിങ്ങിൽ ഒന്നും ചേഞ്ച് വരുന്നില്ല. അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു ABS പ്ലാസ്റ്റിക്കാണ്. അതായത് നമുക്ക് എറിഞ്ഞ് പൊട്ടിച്ചാലും അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടത്തില്ല. ഉള്ളിൽ തന്നെ ആണെങ്കിലും തീരെ പ്ലാസ്റ്റിക് അല്ല, ഒരു ഗ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അതായത് പ്ലാസ്റ്റിക്കും അല്ല ഗ്ലാസ്സും അല്ലാത്തൊരു മെറ്റീരിയലായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ G-Wagonൻ്റെ ഉള്ളിലെ ഡീറ്റെയിലിംഗ്. നോക്കുകയാണെങ്കിൽ ഒരു ബ്രൗൺ ഇൻറ്റീരിയറാണ് വരുന്നത്. ബ്രൗൺ ഷെയ്ഡിലുള്ള സീറ്റായാലും സീറ്റ് കവറായാലും എല്ലാം തന്നെ ഫുള്ളി ബ്രൗൺ ആയിട്ടാണ് വരുന്നത്. അതുപോലെ അടിവശവും ബ്രൗൺ ആണ് വരുന്നത്. ഇതിൻ്റെ ഏകദേശം ലെങ്ത് നോക്കുകയാണെങ്കിൽ ഒരു 12 സെൻറ്റിമീറ്റർ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു 100 രൂപ 150 രൂപ റേഞ്ചിലേക്കാണ് വരുന്നത്. പെയിൻറ്റിങ്ങൊക്കെ അത്യാവശ്യം ഓക്കെ എന്നല്ലാതെ വലിയ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ഒന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഡോറുകളോ ഒന്നും തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഉള്ള ആ ഒരു പുറത്തുനിന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ എങ്ങനെ കാണുന്നോ ആ ഒരു സെറ്റപ്പ് മാത്രമേ ഇപ്പോഴും ഉള്ളൂ. ഇതിൻ്റെ ടയറൊക്കെ അത്യാവശ്യം ഓക്കെ, ടയർ അലോയ് അതെല്ലാം സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ എന്നാലും ഒന്നും തന്നെ ഓപ്പണിംഗ് ആയിട്ടുള്ള വർക്കിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല. ഫുഡ് സ്റ്റെപ്പെല്ലാം നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം ബ്ലാക്ക് ചെറുതായിട്ട് പെയിൻറ്റിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ഇഷ്ടമാണ്, വീഡിയോ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.